പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ബി.ജെ.പിയും കഠിനാധ്വാനം ചെയ്താൽ കേരളത്തിൽ 5 or 6 സീറ്റുകളിൽ വിജയിക്കാമെന്നാണ് ബി.ജെ.പി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. അത് വെറും സ്വപ്നം മാത്രമാണെന്ന് ഇടതു വലതു പക്ഷങ്ങൾ പറയുമ്പോൾ അട്ടിമറിക്കുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ് ബി.ജെ.പി. പാർട്ടി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. 3 ലക്ഷത്തോളം വോട്ടുകളും 29% വോട്ടർമാരുടെ പിന്തുണയുമായി ബി.ജെ.പി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്ന് ഉറപ്പില്ലെന്ന് ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നു. സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ശബരിമല പ്രക്ഷോഭകാലത്ത് ഉയർത്തിവിട്ട ഹൈന്ദവ വികാരം ഏതാണ്ട് കെട്ടടങ്ങി. എങ്കിലും അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി.ജെ.പിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അത് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുടെ അടുത്തെങ്ങും എത്തില്ല. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പുലർത്തണമെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വോട്ട് ധ്രുവീകരണം നടക്കണം. മതസാമുദായിക വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് പത്തനംതിട്ട. എന്തൊക്കെ വികസന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഭരണ പാർട്ടികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാലും മത നേതാക്കളുടെ കൽപ്പനയ്ക്ക് വലിയ വിഭാഗം വോട്ടർമാർ കാതോർക്കുന്നുണ്ടെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. നവകേരള സദസ്സുമായി മന്ത്രിസഭാ ബസ് എത്തിയത് ജനങ്ങൾക്കിടയിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുമായി വികസിത് ഭാരത സങ്കല്പയാത്ര ഓരോ പഞ്ചായത്തുകളിലും എത്തിയെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയില്ലാത്തതും ബി.ജെ.പി ഇതര പഞ്ചായത്തുകളുടെ ഭരണസമിതികളുടെ നിസ്സഹകരണവും അത് കാരണം അത് വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. നാട്ടിൻപുറങ്ങളിൽ വലിയ ചർച്ചയൊന്നുമാകാതെ അത് ചാവിള്ളയായിപ്പോയി. അതുകൊണ്ടാണ് പുതിയ ചില തന്ത്രങ്ങൾ ബി.ജെ.പി നേതാക്കൾ പയറ്റുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബി.ജെ.പി കൂടുതൽ അടുക്കുന്നതിൻ്റെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നടത്തിയ സ്നേഹ സംഗമത്തിൻ്റെ വേദിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മീസിനെ എത്തിക്കാനായത്. പ്രധാന എതിരാളികളായ കോൺഗ്രസിനെയും CPM-നെയും ഇത് ഞെട്ടിച്ചു. അതീവ രഹസ്യമായി ബി.ജെ.പി നടത്തിയ ഓപ്പറേഷനിൽ ഒട്ടേറെ ഓർത്തഡോക്സ് സഭാ നേതാക്കളും കുടുംബാംഗങ്ങളും സ്നേഹസംഗമത്തിൽ പങ്കെടുത്തുവെന്ന അവരുടെ അവകാശവാദം. ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ചടങ്ങിൽ വെച്ച് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസികളായ 47 ആളുകളും ബി.ജെ.പിയിൽ ചേർന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഒരു കണക്കിന് പറഞ്ഞാൽ അവരെ ക്രിസ്തുമസ് സംഗമം എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ടുവന്നത്. ക്രിസ്തുമസ് സന്ദേശം നൽകാനാണ് ക്ലിമ്മീസ് തിരുമേനിയെ വിളിച്ചത്. ക്ലിമ്മീസ് തിരുമേനിയെ ഇരുത്തിക്കൊണ്ട് തന്നെ മെമ്പർഷിപ്പും കൊടുത്തു. ക്ലിമ്മീസ് തിരുമേനിയെ വെട്ടിലാക്കുകയായിരുന്നു. അതിനെതിരെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ RSSന്റെ ശക്തമായ ഹിന്ദുത്വ അടിത്തറയുണ്ട്. അതിലൂന്നി നിന്നാണ് പാർട്ടി അതിൻ്റെ വേരുകൾ ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിച്ചത്. ജനകീയ സ്വാധീനം വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. RSSന്റെയും ബി.ജെ.പിയുടെയും നേതാക്കളോട് ക്രൈസ്തവ മത നേതാക്കൾക്ക് ഇപ്പോഴും അയിത്തം തന്നെയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിൽ മണിപ്പൂർ വിഷയം മനസ്സിൽ വളരെയേറെ മുറിവേൽപ്പിച്ചു. പ്രധാനമന്ത്രി ഡൽഹിയിൽ നടത്തിയ സ്നേഹസംഗമത്തിൽ പ്രതീക്ഷിച്ചത്ര ക്രൈസ്തവ സഭ ബിഷപ്പുമാർ പങ്കെടുക്കാഞ്ഞത് അവർക്ക് തിരിച്ചടിയായി. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പത്തനംതിട്ടയിലും സ്നേഹസംഗമം നടന്നത്. നിലവിലെ MP ആയ ആൻ്റോ ആൻ്റണിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച വീണ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ വലിയ വിഭാഗം വോട്ടുകൾ നേടിയത് ആൻ്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം കുറച്ചിരുന്നു. ബി.ജെ.പി വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്നാണ് ഇപ്പോഴും മത ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയപ്പോൾ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചാണ് സംഘപരിവാർ ആക്രമിക്കുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിലെ 2 പ്രമുഖ ക്രൈസ്തവ സമുദായങ്ങളായ മർത്തോമാ സഭയുമായും ഓർത്തഡോക്സ് സഭയുമായും അടുക്കാനാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ശ്രമം. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നാകുമെന്നാണ് പ്രചരിക്കുന്നത്. UDF നിലവിലെ MP ആൻ്റോ ആൻ്റണിയെ തന്നെ പരിഗണിക്കുന്നുവെന്നാണ് കേൾക്കുന്നത്. LDFനാണെങ്കിൽ റാന്നി മുൻ MLA രാജു എബ്രഹാമോ അല്ലെങ്കിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കോ ആയിരിക്കും മത്സരിക്കുന്നത്. ഇതുവരെ ഹിന്ദു സ്ഥാനാർത്ഥികളെ പരിഗണിച്ച ബി.ജെ.പി സഭകളുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം.